അവിടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം. എത്ര രാജ്യങ്ങള് ഇതുവരെയായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്? അത് ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ഒരു രീതിയിൽ ഒരു 150 രാജ്യങ്ങളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും. 150 രാജ്യങ്ങള്? അതെ. ഓക്കെ. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ 5, 6, 8, 10 പ്രാവശ്യം പോയിട്ടുണ്ട്. അമേരിക്കയിലാണെങ്കിൽ ഒരു 10, 15 പ്രാവശ്യം പോയിട്ടുണ്ട്. സിംഗപ്പൂരാണെങ്കിൽ 25 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇറ്റലിയിലാണെങ്കിൽ ഇറ്റലിയിലെ വ്യത്യസ്ത പോർട്ടുകളിലായിട്ട് ഒരു 10, 20 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇറ്റലിയിൽ കൂടുതലും ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാണ് ഇറ്റലി, സിംഗപ്പൂര്, അമേരിക്ക, റോട്ടർഡാം, ഹോളണ്ട്. ഇതൊക്കെ കൂടുതൽ സ്ഥലം പോയിട്ടുള്ളത്. ബാക്കിയുള്ള അടുത്തൊക്കെ 2, 3 പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ ജർമ്മനിൽ പോയിട്ടുണ്ട്, പിന്നെ സ്വീഡനിൽ പോയിട്ടുണ്ട്, ഫ്രാൻസിൽ പോയിട്ടുണ്ട്. ഫ്രാൻസിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. സ്പെയിനിൽ പോയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തുള്ള യൂറോപ്യൻ കൺട്രിയിലെ വിവിധ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മാത്തോട്ടത്തെ ആർക്കിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കുടുംബവിശേഷം, കുടുംബം ആരൊക്കെ, എന്തൊക്കെ, എവിടെയൊക്കെയാണെന്നുള്ളത് പ്രേക്ഷകർ അറിയാമല്ലോ. കുടുംബം എന്റെ 3 മക്കളാണ് എനിക്ക്. മൂത്തത് മകനാണ്. ഒരു മകളുണ്ട് അവള്. പിന്നെ ഒരു മകള് MCA ആണ്. അവര് ഫാദർ കോളേജ് ലെക്ചറായി. വീട്ടിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളത്. ഇനിയാണ് നമ്മൾ ശരിയായ വന്നതിന്റെ ഉദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നിർബന്ധം കൊണ്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഞാനറിയുന്ന എന്റെ കൂടെ ഫ്രണ്ട്സുകൾ ഞങ്ങളൊക്കെ അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആണ്. എനിക്കിപ്പോ താമസിക്കാൻ വീടുണ്ട്. 3 മക്കൾ നല്ല ഹൈ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെല്ലാം നല്ല പൊസിഷനിലാണുള്ളത്. ഞാനും ബുദ്ധിമുട്ടില്ലാതെ സുഖമായി ജീവിക്കുന്നു. ഇപ്പൊ വയസ്സ് 76 എങ്കിലും ഞാൻ എല്ലാ ആക്ടിവിറ്റീസിലും ഞാനുണ്ട്. കൈക്ക് ഇപ്പൊ ഇന്നലെ ഒന്ന് കാല് സ്ലിപ്പായപ്പോ കൈ കുത്തിപ്പോയി. ശ്രദ്ധിക്കണം. ഓക്കെ. നിങ്ങൾ ഇട്ട ടീഷർട്ട് മെക്സവൻ ചെയ്യാറുണ്ടോ? മെക്സവൻ ഇപ്പൊ ഞാൻ പോയിട്ട് ഏകദേശം 1 മാസം ആവാറായി. എനിക്ക് ഡയാലിസിസ് കഴിഞ്ഞ ശേഷം ഇപ്പൊ ചിലപ്പോ അധികം നടക്കാൻ. ഒരു മിനിറ്റ്. അതാണ് എന്താണ് പറഞ്ഞത്? ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കഴിഞ്ഞ 3 വർഷമായി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. മാസം ഒരു പ്രാവശ്യമാണോ? ആഴ്ചയിൽ 3 എണ്ണം. 4 hours. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾ അറിയണം. നമ്മുടെ മുമ്പിലുള്ളത് തുറന്നു പറയുന്നതിൽ ഒരു പ്രയാസമില്ല. ഒരു ഡയാലിസിസ് പേഷ്യന്റിന്റെ മുമ്പിലാണുള്ളത്. ഇതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സംസാരത്തിനിടയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊരു ഡയാലിസിസ് പേഷ്യന്റ് ആണെന്ന്? അല്ല. അതിലേക്കാണ് നമ്മുടെ ഇനിയുള്ള സംസാരം പോകുന്നത്. രാവിലെ എത്ര മണിക്ക് എഴുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? കാരണം ഈ സുഖമില്ലാതെ നാട്ടിൽ ഒരുപാട് ആളുകൾ വീടിനുള്ളിൽ പേടിച്ച് നടക്കുന്ന ആളുകളാണ് ഒരുപാട്. അതിന് വിപരീതമായിട്ടാണ് ആൽക്കിനെ കണ്ടുമുട്ടിയത്. ഞാന് രാവിലെ 4:45, 5 മണിക്ക് എഴുന്നേക്കും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞ പോലെ പാട് മാക്സവന് പോകും. ഡെയിലി പോകും. മാക്സിമം കഴിഞ്ഞാല് നേരെ ചായ കുടിക്കാൻ ഹോട്ടലിൽ നമ്മളെല്ലാവരും ഗ്യാങ്ങായിട്ട് ചായ കുടിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാല് ഒരു മണിക്കൂർ പേപ്പർ വായിക്കും. ആ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗാർഡൻ ഉണ്ട്. കുറച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്. ഞാൻ നല്ലോണം ഗാർഡൻ ചെയ്ത് ഭയങ്കര പച്ചക്കറിയും ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പൊ ഈ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നോക്കി. ഇപ്പോഴും ഒരു കൊല മുന്തിരി പഴുത്തിരിക്കുന്നതാണ്. അതാ മുമ്പത്തെ ഒരു കൊല പഴുത്തിരിക്കുന്നുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല ചെടികളും പച്ചക്കറിയൊക്കെ ചെയ്തിരുന്നു ഞാൻ. ഇപ്പൊ കൈകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതൊക്കെ നിർത്തിയിരിക്കുന്നു. തൽക്കാലം കുറെ ചെടികൾ മാത്രം. ഞാൻ മറ്റേ കരിക്കൽ ഗേൾസ് സ്കൂളിന്റെ അടുത്ത് ആൽസിയൻ ഡയാലിസിസ് സെന്റർ ഉണ്ട്. അവിടെ ഇപ്പൊ ഞാൻ ഒറ്റയൊക്കെ പോയി വരുന്നത്. ഞാൻ കാർഡ് എടുത്തിട്ട് പോയി വരും. ഈ ഇതേമാതിരിയുള്ള പേഷ്യന്റുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് എന്നെ പോലെ തന്നെ ഇത് മനസ്സിൽ കൊടുക്കരുത്. ഞാനൊരു പേഷ്യന്റ് ആണെന്നുള്ളത്. ഞാനൊരു പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് മൂലക്ക് ഇരുന്നാൽ നമ്മൾ അങ്ങനെ മൂലക്കായി പോവുകയുള്ളൂ.
അത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. നമ്മള് സാധാരണ പോലെ ആക്റ്റീവായിട്ട് അങ്ങനെ നടക്കുക. ഞാനിപ്പോ ടൗണിൽ പോകുന്നു, ഇന്നിപ്പോ രാവിലെ ബാങ്കില് സ്റ്റേറ്റ് ബാങ്കിൽ പോയി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടിപ്പോ വന്നതാണ്. വീട്ടിൽ അടങ്ങിയിരിക്കരുത്, നമ്മളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു ഭയം. ഞാൻ വെറുതെ ഇരിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് വേറെ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാല്, എൻ്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ സ്നേഹിതന്മാരെ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. ഇപ്പൊ എൻ്റെ വൈഫിന് ചോദിക്കുമോ, അവർക്ക് ഇങ്ങോട്ട് വിടുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയി. ഞാൻ പറഞ്ഞു അവർ ഇങ്ങോട്ട് വരുന്നോന്നുള്ളത് എനിക്ക് ഇത് എൻ്റെ ഒരു ഇതാണ്, എനിക്ക് എല്ലാവരെയും പോയി വിസിറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മടക്കോയനെ കാണാൻ വേണ്ടി ഇവിടെ TK ഉമ്മടക്കോയ എൻ്റെ മീംസിലാണ് ഇപ്പൊ മനുഷ്യന്ന് ഇപ്പൊ ന്യൂസ് വന്നത്. നിങ്ങൾ വയ്ക്കുമ്പോൾ ന്യൂസ് ഞാൻ ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പോയതാണ്. എന്നിട്ട് പോയതാ ഞാൻ കാണാൻ. അപ്പൊ എല്ലാവരുടെ അടുത്തും ഞാൻ പോകും, എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്തും എൻ്റെ കുടുംബക്കാരുടെ അടുത്തും. പിന്നെ എൻ്റെ കുടുംബങ്ങളെ കുറെ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. എല്ലാവരും പോയിട്ട് ഞാൻ പോയി ഒന്ന് സന്ദർശിച്ചു വരും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നെ ഭയങ്കര സ്നേഹമാണ്. വേറെ ഒന്നും എന്താന്ന് വെച്ചാൽ എൻ്റെ ഉമ്മക്ക് 11 മക്കളായിരുന്നു. അതിൽ ഏറ്റവും ഇളയവനാണ് ഇപ്പം ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കുടുംബത്തിന്റെ എല്ലാവർക്കും ഒരു കാരണോടായിട്ട് ഇപ്പൊ ഞാനായിരുന്നത്. അപ്പൊ എല്ലാ ആവശ്യത്തിനും അവര് ഞാൻ വേണം. എല്ലാവരും അതുപോലെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എനിക്കൊരു കാര്യം പറയണം സെൽഫി, മെക്സവനിലെ ട്രെയിനറാണ് ഞാൻ. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ആലിക്കനെ, മാഷാ അല്ലാഹ് നല്ലോണം കളിക്കുന്നുണ്ട് ആലിക്ക. എന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ആലിക്ക നിൽക്കുന്നത്. പക്ഷെ ആലിക്കനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈ ശരിക്ക് പൊക്കാനും കളിക്കാനും. ഞാൻ ഇന്ന് രാവിലെയും കൂടെ സത്യമാണ് എന്റെ നേരെ ഫ്രണ്ടിലാണ് നിന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആലിക്കൊക്കെ നല്ലോണം കളിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലും കൂടി ഇല്ലാതാണ് ആലിക്ക എക്സസൈസ് ശരിക്കും കളിക്കുന്നത്. എന്താ പറയാ, അതെ തീർച്ചയായിട്ടും അതെ. ഞാൻ മനസ്സിൽ കൊടുക്കുന്നില്ല ഞാൻ ഈ പേഷ്യന്റ് ആണെന്നുള്ളത്. പിന്നെ വേറെ ഒന്നെന്താ വെച്ചാൽ ഞാൻ ഇതിൽ വലിയൊരു സംതൃപ്തനും കൂടിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഈ പോകുന്ന സ്ഥലത്ത് 12 വയസ്സും 18 വയസ്സും 20 വയസ്സുമായ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഡയാലിസിന് വരുന്നുണ്ട്. അവരുടെ ലൈഫ് എന്താണ്? എന്റെ ലൈഫ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോഴല്ലേ എനിക്ക് അസുഖം വന്നിട്ടുള്ളൂ. ഇതുവരെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തില്ലേ, ജീവിതം ജീവിച്ചില്ലേ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കിയില്ലേ. ഇപ്പൊ എനിക്കിപ്പോ ഒന്നും നഷ്ടപ്പെടാന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഈ 15ഉം 17ഉം 20ഉം വയസ്സായ ആ കുട്ടികൾക്ക് ഈ രോഗം വന്ന് അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇനി ലൈഫുണ്ടോ? ആഴ്ചയിൽ 3 പ്രാവശ്യം അവര് വന്ന് കിടക്കുന്നില്ല. ഇതിനോടനുബന്ധിച്ച് വേറെ പല അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പൊ ആർക്കും പറയാൻ പറ്റില്ല എനിക്ക് എപ്പോഴും വന്നുകൂടാന്നില്ല. ഓരോരോ അസുഖങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരും. അപ്പൊ അത് അപ്പൊ പോയി ഹോസ്പിറ്റലിൽ കിടക്കണം. എന്തായാലും ഈ സമയത്ത് ഇതിനോട് കൂടി ബോഡി ബിൽഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അതുകൂടി നമ്മള് കഴിഞ്ഞത്ര ഒന്ന് ഞാൻ മാക്സിമം പോകുന്നതിന് മുമ്പും ഞാനിവിടെ കുറച്ചു നേരമൊക്കെ ഞാൻ ഒന്ന് കൈ കാലൊക്കെ ഒന്ന് ഇളക്കുന്ന രീതിയിൽ ചെയ്യും ഞാൻ. അപ്പൊ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നടക്കാൻ എനിക്ക് ഇവിടെ ബാക്ക് പെയിൻ. അപ്പൊ കുറച്ച് നടക്കുമ്പോൾ ഇവിടുന്ന് ആ വേദന വരുന്നത്. അതൊന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ വക കാര്യം എന്റെ സ്വന്തം കാര്യത്തിന് മതിയാ കാണിക്കാറ്, ഡോക്ടറെ കാണിക്കും. ബാക്കിയുള്ള ഇവിടെ വൈഫ് എപ്പോഴും പോലും വേറെ ഒരാളാണെങ്കിൽ ഓടും കിടന്നിട്ട് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഓടും. എല്ലാവർക്കും അറിയാം അതുപോലെ എന്ത് ആവശ്യത്തിന് ഞാൻ മുമ്പിൽ ഉണ്ടാവും. അത് തന്നെയാണ് നിങ്ങളെ ആ മുഖത്ത് കാണുന്ന പുഞ്ചിരിയും ആ റോട്ടിലൂടെ നടന്നു പോകുമ്പോഴുള്ള ആ ആക്റ്റീവായിട്ടുള്ള തീർച്ചയായിട്ടും കഴിയുന്നതാണ്. നമ്മള് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നോ അതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി. ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് അതാണ് ഏറ്റവും വലിയ സംതൃപ്തി.